കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ, മലയോര മേഖലയിൽ പ്രളയസമാനമായ അവസ്ഥ. കുട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ, കൊക്കയാൽ പഞ്ചായത്തിലും മുന്നിലവിലും ഉരുൾപൊട്ടി. ഈരാറ്റുപേട്ട, നടക്കൽ, മുരിക്കോരി ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തെ പല വീടുകളിലും വെള്ളം കയറി. വിവരങ്ങളുമായി സനോജ് കൂടിയുണ്ട്. സനോജ്, മഴ ശക്തമാവുകയാണ്. കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഉരുൾപൊട്ടലടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് പാല, ഒപ്പം തന്നെ ഈരാറ്റുപേട്ട, മുണ്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രളയ സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. എന്തായാലും ശക്തമായ മഴ, രാത്രി മുതൽ പെയ്ത അതികഠിനമായ മഴ, തുള്ളിക്കൊരു കുടമെന്ന നിലയിലാണ് മഴ പെയ്തിറങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട മഴക്കൊടുവിൽ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. നാട്ടിലെ ആളുകൾ പലയിടങ്ങളിൽ നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ ഉരുൾപൊട്ടി, ഒപ്പം തന്നെ മൂന്നിലവിൽ ഉരുൾപൊട്ടി. പാല KSRTC ഡിപ്പോയിലെ രാജേഷിന്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. അദ്ദേഹം വയനാട് സർവീസിലെ ഡ്രൈവറായിരുന്നു. അവിടെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതിനിടയിലാണ് ശക്തമായ മഴ പെയ്യുകയും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. ഉരുൾപൊട്ടിയതറിഞ്ഞ് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം മേഖലയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതിനാൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൂട്ടിക്കലിലെ കൊടുങ്ങയില് ആണ് ഉരുൾപൊട്ടിയിട്ടുണ്ടായിട്ടുള്ളത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട ടൗൺ പൂർണ്ണമായും വെള്ളത്തിലായി എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട പ്രദേശത്തേക്ക് നമുക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പാല ഈരാറ്റുപേട്ട റോഡിന്റെ പലയിടങ്ങളിലും വെള്ളം കയറിയതിനാൽ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിലെ മഞ്ഞപ്പള്ളി എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ റോഡും പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ ആ മേഖലയിലൂടെയും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പാലാ നഗരത്തിന്റെ പല ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കടകമ്പോളങ്ങളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുണ്ടക്കയം പഞ്ചായത്തിലെ കോസ്വയില് വെള്ളം കയറിയിട്ടുണ്ട്. മണിമലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ മലയോര പ്രദേശത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള കെടുതിയാണ് ഈ പ്രളയം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വരും നിമിഷങ്ങളിൽ അടുത്ത വാർത്തകളിൽ ഈ മഴയുടെ വ്യാപ്തി, വെള്ളക്കെട്ട് എത്രത്തോളം രൂക്ഷത സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രളയ സമാനമായ സാഹചര്യം എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയും. പലയിടങ്ങളിലും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. കാരണം ഈ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആദ്യഘട്ടത്തിൽ തുറന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം മുണ്ടക്കയം, കൂട്ടിക്കൽ പ്രദേശത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ശരണ്യ, സനോജ്, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതുപോലെ പരുക്കേൽക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വീട്ടിലെ സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നടക്കം പറഞ്ഞു. വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൂന്നിലവ് പോലെയുള്ള പ്രദേശങ്ങൾ, ഈ മൂന്നിലവ്, കൂട്ടിക്കൽ, ഒപ്പം തന്നെ മീനച്ചി താലൂക്കിന്റെ മറ്റ് പല പ്രദേശങ്ങളൊക്കെ തന്നെ മലയോര പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായി ഉള്ളത്. ഒന്നിലേറെ ഉരുൾപൊട്ടൽ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് എവിടേക്ക് ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ആളപായമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഈരാറ്റുപേട്ട നഗരം വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഈരാറ്റുപേട്ട നഗരം വെള്ളത്തിലായി. പാലായിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങ, കൊക്കയാർ പഞ്ചായത്തിലെ പ്രദേശത്തും, അതായത് ഈ കൊക്കയാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലാണെങ്കിൽ കൂടിയും ഇരു കരകളിലുള്ള പഞ്ചായത്തുകളാണ് കൂട്ടിക്കൽ പഞ്ചായത്തും കൊക്കയാർ പഞ്ചായത്തും. ഈ 2 പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന പുഴയാണ് പുല്ലകയാർ. ആ പുല്ലകയാർ കരകവിഞ്ഞൊഴുകിയപ്പോഴാണ് പല പ്രദേശങ്ങളും വെള്ളത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുട്ടിക്കൽ ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. മുണ്ടക്കയം കോസ്വേ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഈ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയിൽ പെയ്ത അതിശക്തമായ മഴ പല ആളുകൾക്കും ഓടി രക്ഷപ്പെടാനുള്ള ബുദ്ധിമുട്ട്
സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആദ്യഘട്ടത്തിൽ നമുക്ക് ഏറെ ആശ്വാസകരമായ വാർത്ത നൽകാൻ കഴിയുന്നത് ഉരുൾപൊട്ടൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആൾനാശം ഉണ്ടായിട്ടില്ല, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പാലാ KSRTC ഡിപ്പോയിലെ രാജേഷ് എന്ന് പറയപ്പെടുന്ന ഡ്രൈവറുടെ വീട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ അഞ്ജലി നമുക്ക് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയും. ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കും. എന്തായാലും മൂന്നിലവ്, കുട്ടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മലയോര മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മണിമലയാർ കരകവിഞ്ഞൊഴുകി മണിമല ടൗണിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരണ്യ, സനോജ്, അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിട്ട് കോട്ടയം ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? കോട്ടയം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തിറങ്ങിയത്. ഏതായാലും രാത്രി തുടങ്ങിയ മഴ, അതായത് ഒരു 8 മണിയോടുകൂടി തുടങ്ങിയ മഴ രാത്രി ഈ പുലർച്ചെ 2 മണി വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മലയോര മേഖലയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീനച്ചിൽ താലൂക്കിൽ വലിയ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. JJ മർഫി സ്കൂൾ ഏന്തയാറ്, അതായത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഏന്തയാറ്, കൂട്ടിക്കൽ പഞ്ചായത്തിലെ CMS LP സ്കൂള്, ഒപ്പം തന്നെ ഇളങ്കാട് ശങ്കര മെമ്മോറിയൽ സ്കൂൾ, അതായത് ഈ ഇളങ്കാട് കൊടുങ്ങ എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ശങ്കര മെമ്മോറിയൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളത്. ഒപ്പം തന്നെ തുഷാര ക്ലബ്ബ് പെരുന്തുരുത്ത്, CMS LP സ്കൂൾ മുണ്ടക്കയം, സെന്റ് ജോസഫ് ഹൈസ്കൂള് മുണ്ടക്കയം, അതായത് 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക്, അതായത് മണിമലയാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ അതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി കുടുംബങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ഈ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എന്ന നിലയിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മുൻപ് 2019 ഉരുൾപൊട്ടൽ ഉണ്ടായി വലിയ നാശനഷ്ടം സംഭവിച്ച പ്രദേശമാണ്. അവിടെയും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നുമാണ് ഈ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. കൊടുങ്ങയിൽ നിലവിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, കൊക്കയാറ്റിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ മൂന്നിലവിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ ഉരുൾപൊട്ടൽ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരണ്യ.